ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടർന്ന് ഇറാൻ. യുഎഇയിലേക്കും കുവൈറ്റിലേക്കും ഇന്ന് ആക്രമണമുണ്ടായി. കുവൈറ്റിലെ ജനവാസ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് 6 പേർക്ക് പരിക്കേറ്റു. യുഎഇയും കുവൈറ്റും കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് കൂടുതൽ ആക്രമണവും. ഇന്നലെ ഖോർഫക്കാൻ തുറമുഖത്തുണ്ടായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റതായി സ്ഥിരീകരിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികൾക്കും ഒരു നേപ്പാൾ സ്വദേശിക്കുമാണ് പരിക്ക്. മുസഫ ഐക്കാർഡ് സിറ്റിയിലെ കമ്പനിയിൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ച് ഖാന സ്വദേശിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഫുജൈറയിൽ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ DU ഓഫീസ് ആക്രമിക്കാൻ ശ്രമമുണ്ടായി. നിലവിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യുഎഇയിൽ ആകെ പരിക്കേറ്റവരുടെ എണ്ണം 220 കഴിഞ്ഞു. കുവൈറ്റിന് നേർക്കും രാവിലെ ആക്രമണമുണ്ടായി. നോർത്ത് കുവൈറ്റിലെ ജനവാസ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ ഇന്ന് കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം വെടിനിർത്തൽ കരാർ ഉണ്ടാക്കും മുൻപ് ഹോർമുസ് കടലിടുക്കിലെ വ്യാപാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തീരുമാനത്തിലെത്തണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗാർഗാഷ് വ്യക്തമാക്കി. ഹോർമുസിനെ ഒരു രാജ്യവും കുത്തകയാക്കി വെക്കുന്നത് ലോകത്തിന് നല്ലതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.